ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ചിക്കനിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കിലോയിലധികം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കാശ്മീരി മുളക് പൊടി അല്ല, നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തതെങ്കിൽ കുരുമുളക് പൊടീൻ്റെ അളവ് കുറച്ച് കുറക്കാം കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർക്കുന്നതാണെങ്കിൽ നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ ചിക്കന്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിലൊന്ന് പുരട്ടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ചിക്കനിലോട്ട് ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അത്രയും നേരം നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിപ്പോൾ ഞാനൊരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം പാൻ ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലും ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മസാല പുരട്ടി വെച്ച ഓരോ ചിക്കൻ്റെ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കാകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോൾ. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അത് കഴിഞ്ഞ് 2 ഭാഗവും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ട് അത് നൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നന്നായി പഴുത്ത തക്കാളിയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കൻ വറുത്ത സെയിം ഓയിലിൽ തന്നെ ഞാൻ ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാൻ പറ്റും. കാരണം ചിക്കൻ ഓൾറെഡി ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് നേരം വേവിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടൂല. അതുകൊണ്ട് ഉള്ളി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തില്ലെങ്കിൽ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. ഞാനൊന്ന് അടച്ച് വെച്ച് ഉള്ളി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതുപോലെ കട്ട് ചെയ്ത് വെച്ച ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതാ തക്കാളി ഇനി ചിക്കൻ വേകുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ വെന്തോളും. ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ചിക്കനിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്ക് അത്ര ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ പോയതിന് ശേഷം ഞാൻ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് പോലെ ഈ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും. എനിക്കിവിടെ കുറച്ചൊരു ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും നമ്മളെ ചിക്കൻ കറി. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കേ.
ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചൊരു ഗ്രേവി ഉണ്ട്. ആ ഒരു ഗ്രേവിയോട് കൂടെ തന്നെയാണ് ഞാൻ ആക്കിയത്. ഇതിപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്